നമസ്കാരം. മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. രേണു സുധിയെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന രീതിയിലായിരുന്നു രേണു സുധിയെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത്. എന്നാൽ കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത വിയോഗത്തോടു കൂടി തന്നെ എന്ത് ചെയ്യും എന്ന് അറിയാതെ രണ്ട് മക്കളെയും കൊണ്ട് നിന്ന സമയത്ത് രേണുവിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: അഭിനയം. അഭിനയത്തിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ചെറിയ ചെറിയ റീൽസും വീഡിയോസും ഷോർട്ട് ഫിലിമുകളും ഫോട്ടോസും ഒക്കെ ആയിട്ട് രേണു സുധി സോഷ്യൽ മീഡിയയിൽ താരമായി മാറി. എന്നാൽ താരമാകുന്നതിനൊപ്പം തന്നെ രേണുവിനെ തേടി വിവാദങ്ങളും വന്നു തുടങ്ങി. രേണു പങ്കുവയ്ക്കുന്ന ഫോട്ടോകളാണെങ്കിലും രേണു പങ്കുവയ്ക്കുന്ന റീൽസ് വീഡിയോകൾ കാണുന്നുണ്ടെങ്കിലും ഷോർട്ട് ഫിലിമുകൾ കാണുന്നുണ്ടെങ്കിലും നിരന്തരം നെഗറ്റീവ് കമന്റുകൾ വന്നു തുടങ്ങി. ഒരുപാട് വിമർശനങ്ങൾ രേണു നേരിട്ടിരുന്നു. അത് മാത്രമല്ല, സുധിലേം എന്ന് പറയുന്ന വീടിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും വീണ്ടും വന്നു. അതും രേണു സുധിയെ വലിയൊരു വിവാദത്തിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നാൽ വിവാദങ്ങളും നെഗറ്റീവ് കമന്റുകളും ഒക്കെ നിരന്തരം വരുമ്പോഴും തന്റെ ലക്ഷ്യം ഒന്നു മാത്രമേ ഉള്ളൂ: അഭിനയത്തിൽ മുന്നേറുക, തന്റെ മക്കളെ നോക്കുക, കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് മാത്രമേ രേണുവിന്റെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിവാദ നായികയായി, സോഷ്യൽ മീഡിയയിൽ വിവാദ നായികയായി രേണു സുധി മാറി. ആ സമയത്തായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 രേണു സുധിക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചത്. എന്നാൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് പലരുടെയും ജീവിതങ്ങൾ മാറ്റിമറിക്കും. അത് ഇപ്പൊ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിലും തെറ്റായിട്ടുള്ള രീതിയിലാണെങ്കിലും ബിഗ് ബോസിലേക്ക് ചെന്നതിന് ശേഷം പലരുടെയും ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പലരുടെയും ജീവിതങ്ങൾ തകർന്ന ഒരു നിമിഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ബിഗ് ബോസിൽ എത്തിയതോടുകൂടി രേണുവിന്റെ ജീവിതം മാറി മറിഞ്ഞു. ബിഗ് ബോസിൽ വന്നതിന് ശേഷം രേണുവിനെ എല്ലാവരും അറിയപ്പെട്ടു തുടങ്ങി. ഈ രേണുവിനെതിരെ വന്നിരുന്ന വിവാദങ്ങളും വിമർശനങ്ങളും നെഗറ്റീവ് കമന്റുകളും ഒക്കെ അവിടെ കെട്ടടങ്ങി. എല്ലാവരും രേണുവിനെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. പക്ഷേ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ബിഗ് ബോസിൽ പെർഫോം ചെയ്തുവെങ്കിൽ പോലും പിന്നെ ആയപ്പോ രേണു ഡൗൺ ആവുന്നതാണ് നമ്മൾ കണ്ടത്. 35 ദിവസത്തിന് ശേഷം രേണു സുധി ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. അതും സ്വമേധയാ ക്വിറ്റ് ചെയ്ത് പുറത്തിറങ്ങുകയാണ് ചെയ്തിരുന്നത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷവും രേണു സുധി തളർന്നില്ല. രേണുവിനെ തേടി ഒരുപാട് അവസരങ്ങൾ വന്നു. ഒരുപാട് ഉദ്ഘാടനങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അത് മാത്രമല്ല, ബിഗ് ബോസിലേക്ക് ക്ഷണം ലഭിച്ചതിന് ശേഷം രേണുവിന് ലക്ഷങ്ങൾ പ്രതിഫലം കൊടുത്താണ് ബിഗ് ബോസ് എത്തിച്ചത് എന്ന അഭ്യൂഹങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. നടിയായ അനുമോൾക്കും രേണു സുധിക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിച്ചത് എന്നും 65,000 രൂപ വരെ പ്രതിഫലം ഉണ്ടായിരുന്നതായും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇത്തരം അഭ്യൂഹങ്ങളോട് ആദ്യമായി പ്രതികരിക്കുകയാണ് രേണു. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കുറവ് പ്രതിഫലം ലഭിച്ചത് തനിക്കായിരിക്കാം എന്നാണ് രേണു പറഞ്ഞത്. 11,000 രൂപയായിരുന്നു എന്ന ചോദ്യത്തിന് അതിൽ താഴെ എന്നായിരുന്നു രേണു മറുപടി നൽകിയത്. 5,000 കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ചോദിക്കരുത്, ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമോ എനിക്ക് എത്രമാത്രം പ്രതിഫലം എന്നും രേണു സുധി പറഞ്ഞു. ബിഗ് ബോസിൽ നിന്ന് വിളിക്കുമ്പോൾ പ്രതിഫല കാര്യം സംസാരിക്കുമ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞാൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഇത്ര രൂപ എന്ന് വിലപേശാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. ഒരു പ്രോഗ്രാമിന് പോലും എത്ര തുക വാങ്ങണമെന്ന് അറിയില്ലായിരുന്നു. കാരണം എനിക്ക് മാനേജറായി കരിഷ്മ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ സ്വന്തമായിട്ടാണ് പറയുന്നത്, എനിക്ക് ഇതിനെ പറ്റി യാതൊരു ധാരണയും ഇല്ലായിരുന്നു. എനിക്ക് ലക്ഷങ്ങളും കോടികളും ഒന്നും ഉണ്ടാക്കാനല്ല, എന്റെ മക്കൾക്കും വീട്ടുകാർക്കും അന്നന്നത്തെ വക മാത്രം കിട്ടിയാൽ മതിയെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ കരിഷ്മ ഉള്ളത് കൊണ്ട് ഏകദേശം എനിക്ക് അർഹതപ്പെട്ട പേയ്മെന്റ് കുറച്ചെങ്കിലും അവൾ പറഞ്ഞു മേടിച്ചു തരാറുണ്ട്. എനിക്ക് അന്ന് പറയാൻ ആരുമില്ലായിരുന്നു, അതിനെക്കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. ഞാൻ കണ്ടുപഠിച്ചത് സുധിച്ചേട്ടനെയാണ്. അദ്ദേഹമാണെങ്കിൽ നാളെ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാലും അധികം സംസാരത്തിന് നിൽക്കാതെ മിണ്ടാതെ വരും. അത്തരത്തിൽ അദ്ദേഹത്തെ കണ്ടു പഠിച്ചത് കൊണ്ട് പേയ്മെന്റിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ വിഷമമാണ് എന്നും രേണു പറഞ്ഞു. ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം നിരവധി പ്രോഗ്രാമുകളും ഉദ്ഘാടന പരിപാടികളും രേണുവിന് ലഭിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനോടകം തന്നെ 3-ലധികം പരിപാടികളിൽ രേണു മുഖ്യ അതിഥിയായി എത്തിക്കഴിഞ്ഞു. ഇനി ഉടൻ തന്നെ UK പോകുമെന്നാണ് രേണു ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. ഏപ്രിലിലായിരിക്കും UK ട്രിപ്പ് എന്നും അത്തരമൊരു വലിയ അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്നും രേണു അടുത്തിടെ പറഞ്ഞിരുന്നു. അതേസമയം റീച്ചിന് വേണ്ടി തന്റെ പേരിൽ വിവാദം ഉണ്ടാക്കുകയാണ് പലരെന്നും രേണു സുധി പറഞ്ഞിരുന്നു. എങ്ങനെയൊക്കെ തന്നെ അധിക്ഷേപിച്ച് റീച്ച് ഉണ്ടാക്കാം എന്നത് മാത്രമാണ് പലരും ശ്രമിക്കുന്നത്. എന്നാൽ ഈ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാൻ താൻ താല്പര്യപ്പെടുന്നില്ല എന്നും എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണ് എന്ന് കൃത്യമായി അറിയാമെന്നും രേണു സുധി പറഞ്ഞിരുന്നു.
ക്രിസ്മസിന് 4 ദിവസം വീട്ടിൽ അടിച്ചു പൊളിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു 4 ദിവസം തുടർച്ചയായി വീട്ടിൽ ഇരിക്കുന്നത്. വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ റീച്ച് ആണല്ലോ. കേരളത്തിൽ ഒരു പുതിയ വ്ളോഗർ അല്ലെങ്കിൽ പുതിയ ഒരാൾക്ക് ഫേമസ് ആകണമെങ്കിൽ, റീച്ച് കിട്ടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. രേണുസുധിയെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, ചീത്ത പറയുക, അവിഹിതം പറയുക. രേണുസുധിയെ എത്രത്തോളം തരം താഴ്ത്താമോ അത്രത്തോളം ചെയ്താൽ അത്രയും റീച്ച് ആണ്. ദുബായിൽ പാപ്ലോണിലാണ് ഞാൻ ഫസ്റ്റ് വിദേശയാത്ര പോയത്. ബാർ റെസ്റ്റോറന്റ് ആണ്, ഫാമിലി മെമ്പേഴ്സും വരുന്ന സ്ഥലമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു, മദ്യപിച്ച് രേണുസുധി വഴിയിൽ കിടന്നിരുന്നു എന്നിങ്ങനെയായിരുന്നു വാർത്തകൾ. അങ്ങനെ വല്ലതും സംഭവിച്ചായിരുന്നു? അടുത്തിടെ ഉണ്ടായ വിവാദം ക്രിസ്മസിന് രേണുസുധി കഴിക്കുമോ എന്ന് ചോദിച്ചു. എന്റെ മനസ്സിൽ കള്ളത്തരമൊന്നും നിൽക്കാത്തത് കൊണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ പലപ്പോഴും കഴിക്കും, ക്രിസ്മസിനൊക്കെ കഴിക്കും. ഇപ്പോഴെന്നല്ല, സുധിച്ചേട്ടൻ ഉണ്ടായിരുന്നപ്പോഴും അതെ. നമ്മൾ ക്രിസ്മസിന് വല്ലപ്പോഴും കസിൻസ് ഒക്കെ കൂടുമ്പോൾ ചെറുതായി എന്തെങ്കിലും കഴിക്കും, ബിയറൊക്കെ കഴിക്കാറുണ്ട്. അത് ഞാൻ ഓപ്പൺ ആയി പറഞ്ഞു. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് മാജിക് മൊമെന്റ് ആണെന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ തികഞ്ഞ മദ്യപാനി ആകുമോ എന്ന് എനിക്കറിയില്ല. ആ ഒരു കണ്ടന്റ് എടുത്തിട്ട് കുറെ ബ്ലോഗർമാർ ഇട്ട് അലക്കുകയാണ് രേണുസുധി മദ്യപാനി എന്ന്. പക്ഷേ രേണുസുധി അറിയുന്നവർക്കറിയാം രേണുസുധി എന്താണ് കഴിക്കുന്നതെന്നും എപ്പോഴാണ് കഴിക്കുന്നതെന്നും. ക്രിസ്മസിനും വല്ല ഓണത്തിനുമാണ്, അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ മറ്റോ വരുമ്പോൾ. അല്ലാതെ രേണുസുധി നിരന്തരമായി കഴിക്കുന്ന ഒരാളല്ല. ഞാൻ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു വ്ളോഗർ ഇട്ടിരിക്കുന്നു, രേണുസുധിയുടെ പപ്പ അടിക്കുന്നത് വേറെ കൂതറ ബ്രാൻഡാണ്, രേണുസുധി വലിയ ലക്ഷറി ബ്രാൻഡാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവ എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത്? ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പ മദ്യപാനം നിർത്തിയത്. എനിക്കിപ്പോൾ 34 വയസ്സായി. 3ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ എത്ര വയസ്സായിരിക്കും? എത്ര വർഷം മുമ്പായിരിക്കും പപ്പ അത് നിർത്തിയത്? ഇവരുടെയൊക്കെ ഉദ്ദേശം റീച്ചാണ്. ഞാൻ ഇതിനൊന്നും റിപ്ലൈ കൊടുക്കുന്നില്ല. കാരണം പട്ടികൾ കുരയ്ക്കും. കുറെ പട്ടികൾ കുരച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കല്ലെറിഞ്ഞോടിക്കും. അതും പോകത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓർക്കും, പിന്നെ എന്തെങ്കിലും കാണിക്കട്ടെ, കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കട്ടെ എന്ന്. നമ്മൾ മൈൻഡ് ചെയ്യാതെ പോയാൽ പോരെ. ഒരു കൈ അടിച്ചാൽ ഒന്നും ഒച്ച കേൾക്കില്ല, 2 കൈ കൂട്ടി അടിച്ചാലേ ശബ്ദമുണ്ടാകൂ. ഞാൻ റിപ്ലൈ കൊടുക്കുമ്പോൾ അവർ വീണ്ടും വീണ്ടും സംസാരിക്കും. റീച്ച് അവർക്ക് കിട്ടും, അതിന്റെ ആവശ്യമില്ലല്ലോ. വേറൊരു വ്ളോഗർ, പുള്ളിക്കാരി ഒരു താത്തയാണ്. അവരുടെ ഒരു തമ്പനയിൽ കണ്ടു, മാജിക് മൊമെന്റ്സ് എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കുമെന്ന്. അത്രയും വലിയൊരു ബ്രാൻഡ് എന്നെ അംബാസിഡർ ആക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നും രേണുസുധി പറഞ്ഞു. മുൻ ബിഗ് ബോസ് താരമായ ഹനാന്റെ ആരോപണങ്ങൾക്കും രേണു മറുപടി നൽകിയിരുന്നു. റീച്ചിന് വേണ്ടിയാണ് ആളുകൾ തനിക്കെതിരെ ആരോപണം ഉയർത്തുന്നതെന്നും ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ഹനാനുമായി തനിക്ക് നല്ല ബന്ധമായിരുന്നുവെന്നും രേണു പറഞ്ഞിരുന്നു. ഹനാൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരി എന്റെ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് ഒരാഴ്ച മുൻപേ എനിക്ക് മെസ്സേജ് അയച്ച് എന്തുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചു. സുഖമാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ആരുമായിട്ടും കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ലാത്ത ഒരു വ്യക്തിയാണ്. വല്ലപ്പോഴും മെസ്സേജ് അയക്കും. അങ്ങനെ മെസ്സേജ് അയച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ഒരു വിവാദം കത്തിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. പേഴ്സണലായി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. റീച്ചിനായിരിക്കും, അത് അവർക്കല്ലേ അറിയത്തുള്ളൂ. ഞാൻ എല്ലാവരെയും സുഹൃത്തായിട്ടാണ് കാണുന്നത്. അവർ പലരും എന്നെ സുഹൃത്തായിട്ട് കണ്ടു കാണത്തില്ലായിരിക്കും. 21കാരനുമായി എനിക്ക് ബന്ധമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും ഇവർക്ക് എന്താണ് പ്രശ്നം? എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല, അല്ലെങ്കിൽ എന്റെ മക്കളെ ബാധിക്കുന്ന കാര്യമേ അല്ല, സുധിച്ചേട്ടന്റെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇത്രയും പേർക്ക് ഒരു കുഴപ്പവുമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? ആ 21 വയസ്സുകാരനെ ഇവർ കൊണ്ടുവരട്ടെ, തെളിവ് വേണമല്ലോ, അവനെ ഇവർ കൊണ്ടുവരട്ടെ. അല്ലെങ്കിൽ എനിക്ക് ആ 21 വയസ്സുകാരനെ അറിയാമെന്നല്ലേ ഇവർ പറയുന്നത്? സൗകര്യമില്ല പറയാൻ. ഞാൻ സെലിബ്രിറ്റി ആയത് ഇഷ്ടമില്ലാത്തവർ കണ്ണിൽ കടി കാരണം ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് എന്താണ് പ്രശ്നം? ഞാൻ എന്റെ വഴിയെ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ മാതാപിതാക്കൾ ഹാപ്പിയാണ്. പിന്നെ ഇവറ്റുകൾ പറഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ അവിടെ താമസിക്കുന്നത് കൊണ്ട് ബിഷപ്പ് പിതാവിന് സമാധാനത്തോടെ പ്രാർത്ഥിക്കാനാകുന്നില്ല എന്നും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടിക്കുന്നു എന്നും ഒക്കെ സഫീന ബീവി എന്ന ഒരു താത്ത വ്ലോഗ് ഇട്ടു. ഇത് സംബന്ധിച്ച് സംസാരിക്കാൻ എന്റെ ചേച്ചി കഴിഞ്ഞ ദിവസം എന്റെ ഫോണിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ചു. ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലെന്നും ഞാനൊരു വ്ലോഗറോടും ഇത് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു. രേണുസുധിയെ കുറിച്ച് ഞാൻ ഒരു കുറ്റവും ഇപ്പോൾ ആരോടും പറയാറില്ല. ഇത് സംബന്ധിച്ച് വിളിക്കുന്ന വ്ലോഗേഴ്സിനോടും ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് ബിഷപ്പ് പിതാവ് എന്റെ ചേച്ചിയോട് പറഞ്ഞത്. ആ ഫോൺ റെക്കോർഡ് എന്റെ കയ്യിലുണ്ട്, പക്ഷേ ഞാനത് പബ്ലിക് ആക്കുന്നില്ല. ഈ ബിഷപ്പിനും ഫിറോസിക്കായ്ക്കും ഒക്കെ ഞാനുമായി എന്താണ് പ്രശ്നമെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഞാൻ സെലിബ്രിറ്റി ആയി പോയതാണ് ഇവരുടെയൊക്കെ പ്രശ്നം. ഞാൻ വീട്ടിൽ മൂലയ്ക്ക് കുത്തിയിരുന്നാലോ ഇവരോടൊക്കെ ഒരു 500 രൂപ തരണമെന്ന് പറഞ്ഞാലോ ഇവർക്കാർക്കും പ്രശ്നം കാണുന്നില്ല. എന്നെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഞാൻ എന്തിനു തല ഉയർത്തി നടക്കുന്നു? ഞാൻ എന്തിനു വലിയ സെലിബ്രിറ്റി ആകുന്നു? അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ കയറുന്നു? ഞാൻ എന്തിനു ആൽബത്തിൽ അഭിനയിക്കുന്നു? ഞാൻ എന്തിനു ബഹ്റൈനിൽ പോകുന്നു? ഞാൻ എന്തിനു ദുബായിൽ പോകുന്നു? ഇതൊക്കെ ആയിരിക്കും ഇവിടെ കുഴപ്പം.
ഞാൻ വീട്ടിലിരുന്നാൽ ഇവർ എന്നെ സ്നേഹിക്കും എന്നാണ് രേണുസുതി പറഞ്ഞിരുന്നത്.